എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഞാനിന്ന് സംസാരിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾക്കറിയാം, ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന മക്കൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ആൾക്കാരായിട്ടുള്ളവർ ഇന്ന് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പല വിധത്തിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, എല്ലാവരും പറയും അല്ലേ, പലരും പറയും ബന്ധനം, ആ ബന്ധനം, അവിടെ ബന്ധനം, ഇവിടെ ബന്ധനം, പാരമ്പര്യ ബന്ധനം, പൈശാചിക ബന്ധനം, അങ്ങനെ തുടങ്ങി കുറേ ബന്ധനങ്ങളുടെ ഒരു പാണ്ടക്കെട്ടുമായിട്ടാണ് ഇന്ന് വിശ്വാസ സമൂഹം മുൻപോട്ട് പോകുന്നത്, അതായത് ക്രിസ്ത്യൻ സമൂഹം മുൻപോട്ട് പോകുന്നത്. നമ്മൾക്കറിയാം, വന്നിട്ട് നമ്മളെന്താണ്, പലയിടങ്ങളിലോട്ട് നമ്മൾ ഓടുകയാണ്. എവിടെയെങ്കിലും നമ്മൾക്കൊരു വിടുതൽ കിട്ടുവാനായിട്ട് നമ്മൾ ഓടി നടക്കുകയാണ്. എന്തിനാണ് ഓടുന്നത്? ബന്ധനങ്ങളെ അഴിക്കുവാനായിട്ട് നമ്മൾ ഓടുകയാണ്. ഇന്ന് അത് ഒരുപാട് പേര് അതിനകത്തുനിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരുമുണ്ട്. ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ ഗൈഡൻസ് പ്രകാരം ശുശ്രൂഷിക്കുന്നവരുമുണ്ട്. മറുഭാഗത്ത് പൈസയ്ക്ക് വേണ്ടി ഇതൊരു ഒരു ബിസിനസ്സാക്കി മാറ്റുന്നവരുമുണ്ട്. ഏത്? ഈ ബന്ധനം അഴിക്കുക എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അനുഗ്രഹോത്സവം, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് പല രീതിയിൽ നിന്നും പലതും നടക്കുന്നുണ്ട്. ഓടി 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 നടന്ന് അവിടെയും ഇവിടെയും എല്ലാം ഇന്ന് മീറ്റിങ്ങുകൾ നടത്തുന്നു, കൺവെൻഷനുകൾ നടത്തുന്നു, ക്രൂസൈഡുകൾ നടത്തുന്നു എന്ന് വേണ്ട, നമ്മുടെ ആത്മീയ ഗോളത്തിൽ ഫുൾ ബിസിയാണ്. പക്ഷേ ഒരു ആത്യന്തികമായൊരു വിടുതൽ ഓരോ വിശ്വാസികളുടെയും അടുത്ത് നോക്കിയാൽ അവർക്ക് ആത്യന്തികമായൊരു വിടുതൽ പ്രാപിച്ചവരാരുമില്ല. ഈ ബന്ധനങ്ങൾ അഴിക്കാൻ പോകുന്നവർക്കോ, അല്ലെങ്കിൽ ഇതുമാതിരിയുള്ള അവിടെ ഒരു പ്രവാചകനുണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഓടുന്നു, ഇവിടെ ഒരു പ്രവാചകനുണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഓടുന്നു. അങ്ങനെ നാനാവിധത്തിൽ ഓടി നടക്കുന്ന ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ, അവരോട് ചോദിച്ചാൽ, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയില്ല. പിന്നെ അടുത്ത സ്ഥലത്തോട്ട് ഓട്ടമാണ്. ഈ പറയപ്പെട്ട ഞാനും ഇതേ ഒരു അവസ്ഥയിൽ കിടന്ന ആളായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത്, യേശുക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഞാൻ തീരുമാനമെടുത്ത സമയത്ത് ഞാനും ഇതുപോലെ തന്നെയാണ്. അവിടെ ബന്ധനം, ഇവിടെ ബന്ധനം, ആ ബന്ധനം, ഈ ബന്ധനം, പാരമ്പര്യ ബന്ധനം എന്ന് വേണ്ട സകല ബന്ധനങ്ങളുടെ ഒരു ഭാണ്ഡക്കെട്ടായിരുന്നു എൻ്റെ മുൻപിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അവിടെയും ഇവിടെ എല്ലാം ഓടി നടന്നിട്ടുണ്ട്. കേരളത്തിന് വെളിയിലുണ്ടായിരുന്നു ഞാൻ, കേരളത്തിൽ വന്നിട്ടുണ്ട് ബന്ധനം അഴിക്കാൻ. കേരളത്തിൽ നിന്ന് ഞാൻ കേരളത്തിന് വെളിയിൽ പോയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലൂടെയൊക്കെ ഞാൻ ഈ ബന്ധനം അഴിക്കുവാൻ പോയിട്ടുണ്ട്. ഒരുപാട് പൈസ എനിക്ക് നഷ്ടമായിട്ടുമുണ്ട് കേട്ടോ. എന്നിട്ട് അവസാനം എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ല. കിട്ടിയത് എപ്പോഴായിരുന്നു എന്ന് വെച്ചാലും അതാണ് ഇനി ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്ന സമയത്ത് ഒരു ദേവദാസൻ എന്നോട് ആലോചന പറഞ്ഞു. ഒരു വളരെ പ്രശസ്തനായ ഒരു ദേവദാസനാണ് അദ്ദേഹം. എന്നോട് അവിടെ കുറിച്ച് ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ദൈവത്തെ ഇങ്ങനെ കുനിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ ഇങ്ങനെ ആരാധിക്കുന്നത് കാണുന്നുണ്ട്, പക്ഷേ നിൻ്റെ വിടുതൽ നീ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിശ്വാസത്തിൽ വന്നിരിക്കുന്ന സമയമാണ്. എനിക്ക് അറിഞ്ഞുകൂടാ ഇത് എങ്ങനെയാണ് എൻ്റെ വിടുതൽ ഞാൻ ഏറ്റെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഏതെങ്കിലും ഒരു ഒരു ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തി എൻ്റെ തലയിൽ വന്ന് കൈവെക്കുന്നു. അപ്പോൾ ഞാൻ 2 സ്പ്രിങ് പോലെ പൊക്കത്തിലോട്ടും താഴോട്ടും ഇങ്ങനെ ഞാൻ 2 തുള്ളൽ തുള്ളുന്നു. അങ്ങനെ 2 വിറയലും കുലുക്കവും ഒക്കെ ഉണ്ടാകുന്നു. അവിടെയാണ് ബന്ധനം അഴിയുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരെണ്ണം സംഭവിക്കാത്തടത്തോളം നാൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ബന്ധനങ്ങളൊന്നും ബന്ധനം അഴിഞ്ഞിട്ടില്ല. ഇനി ബന്ധനമുണ്ട് എന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? നമ്മൾ നമ്മൾ ഒത്തിരി പ്രതീക്ഷകളാണ്. നമ്മളുടെ വിചാരം എന്താണ്? നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നതല്ലേ, ദൈവത്തിൻ്റെ മക്കളാണ്, മക്കളെങ്കിൽ അവകാശികളുമാണ്. അപ്പോൾ നമ്മളെന്താണ്, ഏതാണ്ടൊക്കെ ഭയങ്കരമായിട്ടങ്ങ് നമ്മളങ്ങ് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ കയ്യിലുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ അതിൽ കൂടുതൽ എന്തൊക്കെയോ ഒന്ന് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടി നടക്കുകയാണല്ലേ. അപ്പോൾ അവിടെയാണ് നമ്മൾ വിചാരിക്കുന്നത്, അതൊക്കെ ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ബന്ധനമാണ്, പോരാട്ടമാണെന്നൊക്കെ നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കും. ഇനി ബന്ധനം, പോരാട്ടങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണോ ഉണ്ടാകുന്നതെന്നും അതെങ്ങനെയാണ് അഴിക്കുന്നതെന്നും കൂടെ എൻ്റെ അനുഭവത്തിൽ നിന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ മെസ്സേജ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ കേൾക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റോമാലേഖനത്തിൽ നിന്നാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ഓക്കെ, ഇന്ന് റോമാലേഖനം അതിൻ്റെ 8-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് കിടക്കുന്നത്: ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുൻപേ സ്വാതന്ത്ര്യമില്ലാത്ത എന്തിലൊക്കെയോ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്താണ്? എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ
പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അതിനോട് ചേർത്ത് തന്നെ നമ്മൾക്ക് 8-ാം അധ്യായം 15-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ കിടപ്പുണ്ട്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിനും ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്നെന്താണ്, ഞാൻ ആദ്യം എവിടെയായിരുന്നു? ഞാൻ എന്താ പറയുക, ബന്ധനത്തിലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ സ്വാതന്ത്ര്യമില്ലാത്ത എന്തിനോ ഞാൻ അടിമയായിരുന്നു. ഒന്ന്. ഇനി രണ്ടാമത് എന്താണ്, ഞാൻ പുത്രനല്ല, ഞാൻ ആരായിരുന്നു? ഞാൻ ദാസനോ അല്ലെങ്കിൽ ദാസിയോ ആയിരുന്നു എന്നാണ് രണ്ടാമത്തെ വചനത്തിനകത്ത് നമ്മളോട് ദൈവം സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്താണ്, ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നമ്മൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എന്തായി? നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി, അല്ലേ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തിരിക്കുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ എന്താകും? ദൈവമക്കളാകും. ഇനി ഈ ദൈവമക്കൾ നമ്മൾ ആകുന്നു എന്ന് എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്? നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെ മുദ്രയിടും, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളുടെ ഹൃദയങ്ങളിൽ പകരും. അതാണ് ഇന്നലെ ഞാൻ സംസാരിച്ചു. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളിൽ പകരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ പ്രകടമാകുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇന്നലെ സംസാരിച്ചു. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാകുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾക്ക് തരുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളുടെ ഉള്ളിൽ തരുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ അതുവരെ എന്തായിരുന്നു? ദാസ്യത്വത്തിൻ്റെ ആത്മാവായിരുന്നു നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതും. ഇപ്പോൾ എന്താണ്? നമ്മൾ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ഉള്ളിൽ തരുമ്പോൾ നമ്മൾ ആരായി മാറി? നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായിട്ട് മാറി, അല്ലെങ്കിൽ പുത്രിമാരായിട്ട് മാറി. ഇനി ഇത് മാറുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ തന്നു കഴിയുമ്പോൾ, നമ്മളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളപ്പോഴാണ് നമ്മൾ എന്തായിട്ട് മാറുന്നത്? ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ ദാസ്യത്വത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നുണ്ട്. അതെന്താണ്? നമ്മൾക്കറിയാം പഴയ നിയമത്തിൽ എന്താണ് അവരെ എന്താ ദൈവം പറഞ്ഞിരിക്കുന്നത്? എൻ്റെ മക്കളെന്നാണ് വിളിച്ചിരിക്കുന്നത്. അല്ല, അവരെ വിളിച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങൾ എൻ്റെ ദാസനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? മോശയോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ദാസൻ, അല്ലേ? ദാവീദിനോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ദാസൻ. അപ്പോൾ പഴയ നിയമത്തിൽ എന്താണ്? ദാസനാണുള്ളത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു അവർക്ക് എന്ത് പ്രമാണമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അവർക്ക് എന്താ പറയുക, എഴുതപ്പെട്ടിരിക്കുന്ന പ്രമാണം, അല്ലേ? അവർക്ക് ഓരോരുത്തർക്കും 10 കൽപ്പനകൾ കൊടുത്തു. വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രമാണങ്ങൾ അവർക്ക് കൽപ്പലകയിൽ അവർക്ക് എഴുതപ്പെട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അവരാരായിരുന്നു? ആ പ്രമാണങ്ങൾ അവർ പാലിക്കുവാൻ അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ അവരാരാണ്? അവർ ദാസന്മാരാണെന്നാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ്? നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിൽ ജീവിക്കുന്ന നമ്മൾ ആരായി? ദൈവത്തിൻ്റെ മക്കളായി. അപ്പോൾ പഴയ നിയമത്തിൽ എന്താണ്? നിയമം, അല്ലേ? എന്ത് നിയമമാണ്? എഴുതപ്പെട്ടിരിക്കുന്ന നിയമമാണ്. അപ്പോൾ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രമാണം അതെന്താണ്? അതാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത്. നമ്മൾക്ക് എഴുതപ്പെട്ടിരിക്കുന്ന പ്രമാണമല്ല, പരിശുദ്ധാത്മാവ് നമ്മളെ ഉള്ളിൽ തന്നെ ഒരു നിയമമായിട്ട് മാറിയിരിക്കുകയാണ്. അതെങ്ങനെയാണ്? നമ്മളെ ഗൈഡൻസ് തരും, അല്ലേ? നിങ്ങളിങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മളെ വിലക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രമാണം അതാണ് എന്ത്? പാപത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? പരിശുദ്ധാത്മാവ്, അല്ലേ? നമ്മളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് എന്ത്? ജീവൻ്റെ പ്രമാണം എന്ന് പറയുന്നത്, അല്ലേ? നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് ജീവൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അപ്പോൾ നമ്മളിനി അടുത്തത് വരുന്നത് എന്താണ്? ഈ ജീവൻ്റെ പ്രമാണം നമ്മളുടെ ഉള്ളിൽ തന്നു കഴിയുമ്പോൾ നമ്മൾ എന്തായി തീർന്നു? നമ്മൾ ദാസന്മാരല്ല, നമ്മൾ ആരായി തീർന്നു? പുത്രനായി തീർന്നു. ഇനി പുത്രനാണെങ്കിൽ എന്താണ്? അവകാശികളുമാണ്, അല്ലേ? അത് ദൈവത്തിൻ്റെ എന്താ പറയുക, 8-ാം അധ്യായം, ഈ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, നാം മക്കളെങ്കിൽ അവകാശികളുമാകുന്നു. അപ്പോൾ ഒന്നെന്താണ്? യേശുക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് പകർന്ന് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ പ്രകടമായി ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്ന നമ്മൾ ആരായി? പുത്രത്തിൻ്റെ ആത്മാവ് നമ്മളുടെ മേൽ പകർന്നതുകൊണ്ട് നമ്മൾ ആരായി? നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി. അപ്പോൾ ഈ മക്കളെങ്കിൽ ആരാണ്? നമ്മൾ അവകാശികളുമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ദൈവരാജ്യത്തിന് അവകാശികളായി തീർന്നു. അതായത് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന സകല സ്വാതന്ത്ര്യവും അനുഭവിക്കത്തക്കവണ്ണമുള്ള മക്കളായി തീർന്നു. ഓർക്കുക,
നമ്മളുടെ വീട്ടിലായിരിക്കുമ്പോൾ നമ്മളുടെ അപ്പൻ അല്ലേ, നമ്മളുടെ അപ്പനും അമ്മയും ഉള്ള പണിത് അവരുള്ള ആ ഒരു വീട്ടിലെന്താണ്, നമ്മൾ മക്കളായതുകൊണ്ട് നമ്മൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ആ വീട്ടിലല്ലേ എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ മക്കളായി തീർന്ന നമ്മൾക്ക് എന്താണ്, ആ ദൈവത്തിൻ്റെ പരിപൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം തന്നിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഈ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുന്നതിന് മുൻപേ ആരായിരുന്നു, ദാസന്മാരായിരുന്നു. നമ്മൾ പല വിധത്തിലുള്ള ബന്ധനത്തിന് നമ്മൾ എന്തായിരുന്നു, അടിമകളായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലേ. പല വിധത്തിലുള്ള ബന്ധനങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പാപത്തിന് അടിമയാണ്, നമ്മൾ അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ ശാപത്തിന് അടിമയാണ്. ഇതൊക്കെ വിധത്തിലുള്ള പല വിധത്തിലുള്ള അടിമത്വത്തിലാണ് നമ്മൾ കിടന്നുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആരായിത്തീർന്നു, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന രോഗങ്ങൾ, ശാപങ്ങൾ, പാപങ്ങൾ സകലതും മാറിപ്പോയി. അപ്പോൾ നമ്മളൊരു പുതിയ സ്വാതന്ത്ര്യമുള്ള പുത്രനായിട്ട് നമ്മൾ മാറിയിരിക്കുകയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കും, ഇന്നും പലർക്കും രോഗമുണ്ടല്ലോ എന്ന് നമ്മൾ ചോദിക്കും. സത്യമാണ്, രോഗമുണ്ട്. ദൈവം യേശുക്രിസ്തു നമ്മളുടെ രോഗങ്ങൾക്ക് വേണ്ടി എന്താ പറയുക, നമ്മളുടെ യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകൾ നമ്മൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മൾക്ക് രോഗം വരുന്നത്? അതും ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ലോക ജീവിതത്തിൽ നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത് അല്ലേ, ആ ജഡത്തിൽ നമ്മൾക്ക് കഷ്ടമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ജഡത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് കഷ്ടങ്ങളുണ്ട്. നമ്മൾക്കറിയാം രോഗങ്ങൾ വരും. അതുകൂടാതെ എന്താണ്, രോഗങ്ങൾ പല വിധത്തിലുണ്ട്. അതൊക്കെ ഞാൻ മുൻപേ ഉള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജഡത്തിൽ നമ്മൾക്ക് കഷ്ടമുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുന്നത് ആര്, നഗ്നതയോ പട്ടിണിയോ എന്താ പറയുക, ഉപദ്രവമോ വാളോ ഒന്നും, കഷ്ടതയോ ഒന്നും എന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്താ പറയുക പിന്തിരിപ്പിക്കത്തില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ജഡത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം എന്താണ്, നമ്മൾക്ക് ഓരോരോ വിഷയങ്ങൾ വരും. അതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ അതിനൊക്കെയുള്ള പരിഹാരവും കാൽവരി ക്രൂശിൽ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞും യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ബന്ധനമുണ്ടോ? ബന്ധനമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എവിടെ നിന്നാണ് ഈ ബന്ധനങ്ങൾ കടന്നു വരുന്നത്? ശാപക്കെട്ടുകൾ, പാപക്കെട്ടുകൾ, ഇതൊക്കെ പിന്നെ എവിടെ നിന്നാണ് ഈ വരുന്നത്? രോഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് നമ്മൾ ജഡത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കഷ്ടങ്ങളും പാപങ്ങളും എല്ലാം അല്ല, കഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾക്കുണ്ട്. അതിനുള്ള പരിഹാരം ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഉണ്ട് നമ്മളുടെ ജീവിതത്തിൽ. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാതെയുള്ള ബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, വീണ്ടും പാപത്തിൻ്റെ അടിമകൾ, അതിനെയാണല്ലോ ബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബന്ധനങ്ങൾ എവിടെ നിന്നാണ് പിന്നെ നമ്മൾക്ക് കടന്നു വരുന്നത്? ഓർക്കുക, ദൈവത്തിൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മളോട് റോമാലേഖനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നിടത്തോളം കാലമാണ് നമ്മൾ ആരായിത്തീരുന്നത്, നമ്മൾ പുത്രനും പുത്രിയും ഒക്കെ ആയിത്തീരുന്നത്, സ്വാതന്ത്ര്യമുള്ളവരായിത്തീരുന്നത്. എന്നാൽ അത് നമ്മളെ വിട്ടുപോകും. എപ്പോഴാണ് വിട്ടുപോകുന്നത്? ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകുന്നത് എപ്പോഴാണ്? നമ്മൾ പാപത്തിലേക്ക് വീണ് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ആ ഒരു ആത്മാവിൻ്റെ പ്രമാണത്തിൽ നിന്ന് നമ്മൾ തെന്നിമാറി വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ വീണ്ടും പാപത്തിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പോയതൊക്കെ വീണ്ടും തിരിച്ചു വരുമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ബന്ധനം കെട്ട് പോരാട്ടങ്ങളൊക്കെ എപ്പോഴാണ് വരുന്നത്? അത് വരുന്നത് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ബന്ധനമാണ്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും നമ്മൾ അകന്നു മാറിക്കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ബന്ധനങ്ങളും പോരുകളും പോരാട്ടങ്ങളും ഒക്കെ നമ്മളെ വീണ്ടും പിന്തുടരുന്നത്. ഓക്കെ, അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയായിട്ട് മാറി അല്ലേ. നമ്മൾ ഒരു ബന്ധനങ്ങളും ഇല്ലാത്തവരായിട്ട് നമ്മൾ മാറി, ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറി. അപ്പോൾ നമ്മളൊരു പുതിയ തുരുത്തിയായിട്ട് നമ്മളവിടെ മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ഒരു ബന്ധനവുമില്ല, ശാപവുമില്ല, കെട്ടും പോരാട്ടവും ഒന്നുമില്ല. ഇനി ഇതൊക്കെ നമ്മൾക്ക് വരുന്നത് എപ്പോഴാണ്? നമ്മൾ പാപത്തിലും ഒക്കെ വീണ് കഴിയുമ്പോഴാണ്. നമ്മൾ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയി കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ബന്ധനവും എന്താ പറയുക, ശാപവും പോരും പോരാട്ടവും ഒക്കെ നമ്മളെ പിന്തുടരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി ഇതൊന്നുമില്ലാത്ത ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിനാൽ അനുനിമിഷം നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും വചനം വായനയും ഒക്കെയായി അനുനിമിഷം നമ്മൾ ചെറിയ ഒക്കെ പാപങ്ങളൊക്കെ ചെയ്യും അല്ലേ. ഇടയ്ക്കൊക്കെ നമ്മൾക്ക് ദേഷ്യം വരും, കോപം വരും, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ
അതൊക്കെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾക്ക് പാപമോചനം ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഏറ്റുപറഞ്ഞും ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? അതൊക്കെ നമ്മളോട് ക്ഷമിച്ചും. അപ്പോൾ അനുനിമിഷം നമ്മൾ എന്താ പറയുക, പുറകോട്ടല്ല പോകേണ്ടത്, നമ്മൾ മുൻപോട്ട്. ആത്മീയത്തിൽ നമ്മൾ പുറകോട്ടല്ല പോകേണ്ടത്, നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഈ ബന്ധനങ്ങളും പോരുകളും ഒന്നും നമ്മളെ തൊടത്തില്ല. അതൊക്കെ എന്താണ്? അഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും, അതൊക്കെ മാറിപ്പോകും. അപ്പോൾ വീണ്ടും നമ്മൾ ബന്ധിക്കപ്പെടുന്നത് എവിടെയാണ്? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്നും മാറ്റപ്പെട്ട് കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ വീണ്ടും ബന്ധനത്തിലും കെട്ടിലും പോരിലും പോരാട്ടത്തിലുമൊക്കെ അകപ്പെടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു ബന്ധനവും പോരും നമ്മളെ പിന്തുടരത്തില്ല, അതൊന്നും നമ്മളെ അടിമകളാക്കത്തുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി നമ്മളുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും എന്താ പറയുക, ഈ ബന്ധനത്തിൽ, പാപത്തിൻ്റെ ബന്ധനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്നും അകലെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് ദൈവദാസൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവർ തലയെ കൈവച്ചാലും കുറേ അന്യഭാഷ പറഞ്ഞാലും എന്ത് സംഭവിക്കത്തില്ല? ആ ബന്ധനങ്ങളൊന്നും അഴിഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, നിൻ്റെ ബന്ധനങ്ങളെ നീ തന്നെ അഴിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മളുടെ ജീവിതത്തെ ക്രമീകരിച്ചല്ലേ. നമ്മൾ വിശ്വാസത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം അറിഞ്ഞിട്ടല്ല വരുന്നത്, അല്ലേ? നമ്മൾക്ക് വചനത്തെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമൊന്നും നമ്മൾക്കില്ല. പിന്നെ നമ്മൾ വചനം വായിച്ച് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ക്രിയ ചെയ്യും. നമ്മൾ ഓരോന്ന് നമ്മളുടെ ജീവിതത്തിൽ ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യും? മാറ്റി കളയും, അല്ലേ? ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്നതൊക്കെ നമ്മൾ മാറ്റി മുൻപോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? സകല ബന്ധനങ്ങളും അഴിഞ്ഞ് നമ്മളൊരു പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മളെന്താണ് അവരുടെയും ഇവരുടെയും പുറകെ പോയിട്ട് നമ്മൾ എന്താണ് പറയുക, നമ്മൾക്ക് പുതിയ അഭിഷേകം പ്രാപിക്കുവാനൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നടക്കുന്നുണ്ട്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കൃപാവരങ്ങൾ വല്ലതും പ്രാപിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ആര് പറഞ്ഞിട്ടുണ്ട്? പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അഭിഷേകമുള്ള ദേവദാസന്മാർ നമ്മളുടെ തലയിൽ കൈവെക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടും. പക്ഷേ ഈ ബന്ധനവും കെട്ടും പോരും പോരാട്ടങ്ങളൊക്കെ അഴിയുന്നത് എവിടെയാണ്? ഇവർ കൈവച്ചാലൊന്നും അത് അഴിയത്തില്ല. അത് അഴിക്കണമെങ്കിൽ ആരഴിക്കണം? അത് നമ്മൾ തന്നെ അഴിക്കണം. ഇതിനി അത് അഴിഞ്ഞു പോകുന്നത് എപ്പോഴാണ്? നമ്മളെ തന്നെ വചനത്തിൻ്റെ മുൻപിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ തന്നെ ക്രമീകരിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ബന്ധനവും പോരും പോരാട്ടവും നമ്മളോട് അടുക്കത്തില്ല. അപ്പോൾ ഓർക്കുക, നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്. അപ്പോൾ നമ്മൾക്ക് ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും ഒക്കെ വരും. പക്ഷേ നമ്മൾ അതിൽ തന്നെ തുടരുവാനല്ല, അല്ലെങ്കിൽ അതിൽ തന്നെ ന്യായീകരിച്ച് ജീവിക്കുവാനല്ല നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളോട് എല്ലാവരും പറയുന്നതല്ലേ, ഞാനടക്കം എല്ലാവരും എന്താണ് പറയുന്നത്? വചനം വായിക്കണം എന്ന് പറയുന്നത്. കാരണം ഈ വചനത്തിന് മാത്രമേ, വചനം ദൈവമാണല്ലേ, അപ്പോൾ ഈ വചനത്തിന് മാത്രമേ നമ്മളിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ വചനം നമ്മൾക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ എന്താ പറയുക, ഈ വചനത്തിൻ്റെ ഏടുകളെ നമ്മൾക്കിങ്ങനെ വ്യാഖ്യാനിച്ചു തരും. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ നമ്മൾക്ക് തന്നെ കണ്ടെത്തി അതിനെ മാറ്റുവാനായിട്ടുള്ളൊരവസരം വചനത്തിന് മുൻപിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കുക, നമ്മൾ ഏതെങ്കിലുമൊക്കെ എന്താ പറയുക, ബന്ധനത്തിലോ കെട്ടിലോ പോരിലോ പോരാട്ടത്തിലോ അല്ലെങ്കിൽ ശാപത്തിൻ്റെ കീഴിലോ ഒക്കെയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഓർക്കുക, നമ്മൾ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമ്മൾ ഇരിക്കുക. പ്രാർത്ഥനയോടെ, ആരാധനയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കീഴടങ്ങി നമ്മൾ മാറ്റേണ്ടതൊക്കെ മാറ്റി നമ്മൾ മുൻപോട്ട് നമ്മൾ സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലേ? നമ്മൾ പറയുമല്ലേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോൾ അഭിഷേകം നുഖത്തെ തകർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ അഭിഷേകം നമ്മളുടെ മേൽ എങ്ങനെയാണ് വരുന്നത്? ആരെങ്കിലും ഒരാൾ നമ്മളുടെ മേൽ കൈവച്ച് കഴിയുമ്പോൾ അത് കിട്ടുമോ? കിട്ടും. അതെപ്പോഴാണ് കിട്ടണേ? നമ്മൾ ഒരുക്കപ്പെട്ട ഒരു പാത്രമാകണമെങ്കിൽ മാത്രമേ ഒരാൾ നല്ല അഭിഷേകമുള്ളൊരു ദൈവദാസനൊക്കെ കൈവച്ച് കഴിയുമ്പോൾ ആ അഭിഷേകം നമ്മളുടെ മേലെ എന്താകത്തുള്ളൂ? നമ്മളിൽ എന്താ പറയുക, ക്രിയ ചെയ്യത്തുള്ളൂ, അല്ലേ? ആ ഒരു അഗ്നി അഭിഷേകം നമ്മളുടെ മേൽ പകരപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ ശക്തി നമ്മളുടെ മേൽ കൂടിക്കഴിയുമ്പോഴാണ് ബന്ധനങ്ങളും നുഖങ്ങളും ഒക്കെ അഴിഞ്ഞു മാറുന്നത്. ഇനി ആ ബന്ധനങ്ങളും നുഖങ്ങളും അഴിയത്തക്കവണ്ണുള്ള അഭിഷേകം നമ്മളുടെ ഉള്ളിൽ വരണമെങ്കിൽ എന്താണ്? നമ്മളിൽ എന്താണ്ടായിരിക്കണം? പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ഒക്കെ മോചനം നേടുന്ന വിധത്തിലുള്ളൊരു ക്രമീകരണത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ചുരുക്കി പറയാം, ഇത്രയുള്ള അതിനകത്തെ കാര്യം, നമ്മൾ വചനത്തിന് മുൻപിൽ ഇരുന്ന് നമ്മളെ തന്നെ ക്രമീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ വിശ്വസിക്കണം, എന്നിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യും. അപ്പോൾ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറിയിട്ട്
ക്രിസ്തുവേശുവിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവരായിട്ട് നമ്മൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും. അതിനുവേണ്ടി നമ്മൾ അവിടെയും ഇവിടെയും ഒന്നും ഓടണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമ്മൾ ഇരിക്കണം. നമ്മൾ എന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ കുതിച്ചേൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ആ ഒരു നമ്മളുടെ ജീവിതത്തിലെ ക്രമീകരിക്കുവാനുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ അല്ലേ, വചനം വായിക്കുമ്പോൾ ചില വചനങ്ങളൊക്കെ നമ്മളോട് അങ്ങ് ഇടപെടും അല്ലേ. അപ്പോൾ നമ്മളെന്താണ്, നമ്മൾ ചിലതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തു വിടും അല്ലേ. ദൈവാത്മാവ് ചെറിയ ചെറിയ വചനങ്ങൾ പോലും നമ്മളുടെ ജീവിതത്തിൽ ക്രമീകരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മളെ അതിനകത്തോട്ട് പ്രകാശിപ്പിക്കും. പക്ഷേ നമ്മൾ ചിലപ്പോൾ അതിനോട് മുഖം തിരിച്ചിട്ട് നമ്മൾ വലിയ വലിയ വചനങ്ങൾ മാത്രം നമ്മൾ എടുക്കും അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾക്ക് അത് ലഭിക്കും, ഇത് ലഭിക്കും, അങ്ങനെ ലഭിക്കും, ഇങ്ങനെ ലഭിക്കും എന്നുള്ളതൊക്കെ മാത്രം നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് പോകും. അങ്ങനെയല്ല, നമ്മൾ വചനത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ആദ്യം എന്താ ചെയ്യുന്നത്, നമ്മളെ ക്രമീകരിക്കുന്ന വിധത്തിൽ നമ്മളോട് ഇടപെടും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് എന്ത് തരുന്നത്? വാഗ്ദത്തങ്ങൾ അല്ലേ. നിങ്ങളെ ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നുള്ള വാഗ്ദത്തങ്ങളൊക്കെ ദൈവം നമ്മൾക്ക് തരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ഓർക്കുക, ഇനി നമ്മൾ വിചാരിക്കും നമ്മളിതെല്ലാം ചെയ്തിട്ട് ദൈവമേ ഞാൻ ഇത്രയും ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എന്നെ തന്നെ ക്രമീകരിക്കുന്നുണ്ട്, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെയും എന്താണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദൈവം എന്നോട് വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നതൊന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകാത്തത് എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും. അതിനും ദൈവത്തിൻ്റെ വചനത്തിൽ ഉത്തരമുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ വചനം എന്താണ് പറഞ്ഞിരിക്കുന്നത്? 8-ാം അധ്യായം, റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ അവിടുന്ന് സകലവും നന്മയ്ക്കായിട്ട് കൂടെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല, നമ്മൾ ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ നയിക്കപ്പെടുന്നതെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? അത് നന്മയ്ക്കായിട്ടാണ്. ഇന്ന് നമ്മൾക്ക് തോന്നും വിഷയങ്ങളാണല്ലോ, പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ നമ്മൾക്ക് തോന്നും. എന്നാൽ അതൊക്കെ നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ സമയമുണ്ട്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നുണ്ടല്ലേ, നിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അത് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നമ്മൾക്ക് തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മളുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഇനി അടുത്തത് ദൈവത്തിൻ്റെ വചനമല്ലേ. ആ ഒരു വചനമാണ് ഇന്ന് ഓരോ ക്രിസ്ത്യാനികളും ജീവിച്ചിരിക്കുവാനുള്ള കാരണം. അതെന്താണ്? നമ്മുടെ എന്താ പറയുക, റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിനകത്ത് പറയുകയാണ്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. അപ്പോൾ ഫൈനലി എന്താണ്? ദൈവത്തിന് നമ്മളോട് കരുണ തോന്നണമല്ലേ. ദൈവത്തിൻ്റെ ആ ഒരു കരുണ നമ്മളുടെ മേൽ വീണ് കഴിയുമ്പോൾ ഇതെല്ലാം സംഭവിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ കരുണ നമ്മൾ അനുനിമിഷം പ്രാർത്ഥിക്കണം. ദൈവമേ അവിടുന്ന് എന്നോടൊന്ന് കരുണ തോന്നണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ ദൈവത്തിന് കരുണ തോന്നിക്കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. രണ്ടാമത് എന്താണ്? നമ്മളെ തന്നെ ക്രമീകരിച്ചു കഴിയുമ്പോൾ എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് ഇന്നിപ്പോൾ നമ്മൾ പല കഷ്ടങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ നാളെ ആ കഷ്ടങ്ങളിൽ നിന്നെല്ലാം ഒരു വിടുതൽ തന്ന് നമ്മൾക്ക് എല്ലാം നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം എന്താണ്? ജീവനും ചൈതന്യവും ഉള്ളതാണല്ലേ. നമ്മളെ ജീവിപ്പിക്കുന്ന വചനമാണ്. അതൊരിക്കലും വോഷ്ക്ക് പറയത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളങ്ങ് അടിയുറച്ച് വിശ്വസിച്ചോളുക. ദൈവത്തിൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് തന്നെയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക, നമ്മൾ എന്ത് ചെയ്യണം? വചനത്തിന് മുൻപിൽ നമ്മൾ സമർപ്പിക്കുക. നമ്മളെ ക്രമീകരിക്കേണ്ടത് നമ്മൾ ക്രമീകരിക്കുക, ബാക്കി ദൈവം ചെയ്തോളും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.